അപ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. കോൾ ചെയ്യാം. ആകാശ് കെ എം. Present, sir. അഖിൽ എം. Present, അജിത് കെ. Present, sir. അനിൽ സുരേഷ്. Present, sir. കാർത്തിക് കെ. Sir. മുഹമ്മദ് ലാദിൻ. Present, sir. ഓക്കെ, ആകാശ് പ്രസന്റ് ഇട്ടിട്ടുണ്ട്. മുഹമ്മദ് ഷഹസാദ്. മുംതാസിം പി കെ. ഓക്കെ, മുഹമ്മദ് അസഫ്. Present, sir. മുഹമ്മദ് ഫർദീൻ. Present, sir. മുഹമ്മദ് ഫത്തേ. Present, sir. മുഹമ്മദ് സമ. Sir. മുഹമ്മദ് സിയാൻ. നിഷാഗ്. Present, sir. നിവേദ് കുമാർ. Present, sir. പ്രത്യുഷ്. Present, sir. രാഹുൽ. Present, sir. സരുൺ രാജീവ്. Present. സൗരാഗാർ. Present. സൗരവ് ശ്രീജിത്ത്. Present, sir. ശ്രീരാഗ് വിജയൻ. ഓക്കെ. വിഷ്ണു എ പി. Present, sir. വിഷ്ണു മാധവൻ. Present, sir. ധർമ്മേഷ്. Present, sir. അഖിലം. ഓക്കെ ഓക്കെ, ധർമ്മേഷ്. അഖിലം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രെങ്തനിങ് മെക്കാനിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായത് അല്ലേ. ഡിഫറെൻറ്റ് സ്ട്രെങ്തനിങ് മെക്കാനിസം. അപ്പോൾ അതിൽ വരുന്ന സ്ട്രെങ്തനിങ് മെക്കാനിസത്തിൽ ഒന്നാണ് വർക്ക് ഹാർഡനിങ് ഓർ സ്ട്രെയിൻ ഹാർഡനിങ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് മെക്കാനിസംസ് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ ഒരു സ്ട്രെയിൻ ഹാർഡനിങ് ഓർ വർക്ക് ഹാർഡനിങ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അത് ഒന്ന് നോക്കാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. This strain hardening is also called as work hardening because നമുക്കറിയാം വർക്ക് ഹാർഡനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കോൾഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞു വർക്ക് ഹാർഡനിങ്, നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം അത് ഹാർഡൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുകളിൽ ചെയ്യുന്ന വർക്ക് വന്നാൽ നമ്മൾ അതിനെ ഡിഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. പ്ലാസ്റ്റിക് ഡിഫോമേഷൻ അല്ലേ. നമുക്ക് എങ്ങനെ ഡിഫോം ചെയ്യാം? നമുക്ക് ഒരു റോഡാണെങ്കിൽ അത് രണ്ട് ഭാഗത്തും വലിച്ചിട്ട് അതിനെ നമുക്ക് ഡിഫോം ചെയ്യാം. അതിനെ നമുക്ക് ഒരു ഹാമർ ബ്ലോസ് കൊടുത്ത് നമുക്ക് ഡിഫോം ചെയ്യാം. പല രീതിയിൽ നമുക്ക് ഡിഫോം ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മളത് ഡിഫോം ചെയ്യുമ്പോൾ നമ്മളതിനെ കോൾഡ് വർക്കിംഗ് എന്ന് പറയും. ടെക്നിക്കലി നമ്മളതിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൽ താഴെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനെ നമ്മൾ കോൾഡ് വർക്കിംഗ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. ഏതിൻ്റെ അകത്ത്? മെറ്റീരിയലിൻ്റെ അകത്ത്. നമ്മൾ എവിടെയൊക്കെയാണോ ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നത്, എവിടെയൊക്കെയാണോ നമ്മൾ ഈ ബ്ലോസ് കൊടുക്കുന്നത്, എവിടെയൊക്കെയാണോ നമ്മൾ ഇതിൻ്റെ ഡിഫോർമേഷൻ സംഭവിക്കുന്നത്, ആ പർട്ടിക്കുലർ പോയിന്റ്സിലൊക്കെ എന്താണ് സ്ട്രെയിൻ എനർജീസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കോൾഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വർക്ക് ഹാർഡനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ദിസ് സ്ട്രെയിൻ ഹാർഡനിങ് ക്യാൻ ബി ഇല്ലസ്ട്രേറ്റഡ് യൂസിങ് എ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. നമുക്കൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചിട്ട്, നിങ്ങൾ ഓൾറെഡി സ്ട്രെസ് സ്ട്രെയിൻ കർവ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചതാണ് അല്ലേ. നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇല്ലേ? സ്ട്രെസ് സ്ട്രെയിൻ കർവ് അറിയാലോ, പഠിക്കുന്നില്ലേ? ഹുക്സ് ലോ ഒക്കെ. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വെച്ച് നമുക്കിത് ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ സ്ലൈഡിൽ ഇപ്പോൾ കാണുന്നത്. ഇനീഷ്യലി ഇത് മെറ്റൽ വിത്ത് ഈൽഡ് സ്ട്രെങ്ത്. അപ്പോൾ നമുക്കറിയാം സ്ട്രെയിൻ കർവിലല്ലേ എലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട്, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റ് അത് ഈൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ, അത് ഡിഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് എലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ പിന്നെന്തായി, അത് പ്ലാസ്റ്റിക് ലിമിറ്റാണ്. അത് പ്ലാസ്റ്റിക് ഏരിയയിലേക്ക് പോയി അല്ലേ, പ്ലാസ്റ്റിക് സോണിലേക്ക് പോയി. അപ്പോൾ പ്ലാസ്റ്റിക് സോണിൽ പോയാൽ പ്രത്യേകത എന്താണ്? പ്ലാസ്റ്റിക് സോണിൽ അത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിരിച്ച് പഴയ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചു വരില്ല അല്ലേ. ഇലാസ്റ്റിക് റീജിയനിലാണെങ്കിൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. അപ്പോൾ ഈൽഡിങ് എന്ന് പറയുന്നത് അതിനെയാണ് അല്ലേ. ഈൽഡ് സ്ട്രെങ്ത് പറയും, അല്ലെങ്കിൽ ഈൽഡിംഗ് എന്ന് പറയുന്നത് എവിടെ നിന്നാണോ അത് ഈൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്, അതിൻ്റെ സൈസ് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്, പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന പോയിന്റാണ് അതിൻ്റെ ഈൽഡ് പോയിന്റ്. അപ്പോൾ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്. അപ്പോൾ ഇനീഷ്യലി ദ മെറ്റൽ വിത്ത് ഈൽഡ് സ്ട്രെങ്ത് സിഗ്മ വൈ ആണ് ഈൽഡിങ് റെപ്രസെന്റ് ചെയ്യുന്നത്. 0 കൊണ്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യും. സിഗ്മ വൈ 0 ഈസ് പ്ലാസ്റ്റിക്കലി ഡിഫോം ടു എ പോയിന്റ് ഡി. ഫിഗർ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. ദ സ്ട്രെസ് ഈസ് റിലീസ്ഡ് കംപ്ലീറ്റ്ലി ആൻഡ് ദെൻ റീഅപ്ലൈഡ്.
ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തി, അതായത് സിഗ്മ വൈ ഈൽഡിങ് പോയിന്റ് തുടങ്ങി, ഈൽഡിങ് പോയിന്റിന് ശേഷവും നമ്മൾ അതിനെ ഈൽഡ് ചെയ്തു. അങ്ങനെ ഈൽഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ലാസ്റ്റ് നമ്മൾ എവിടെയാണത് സ്റ്റോപ്പ് ചെയ്യുക? It will goes on yielding and finally at a particular point the material will break, it will rupture അല്ലെ, അവിടെ ഫ്രാക്ചർ സംഭവിക്കും. അതാണ് അതിന്റെ എൻഡ്. But here we are not allowing it to rupture. Instead we are stopping at a particular point D. അപ്പോൾ സിഗ്മ വൈ 0 എന്ന yielding point ശേഷം അത് പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യും. And after a particular point, at a particular point D, we will stop giving the load. ലോഡ് ആപ്ലിക്കേഷൻ നമ്മൾ റിമൂവ് ചെയ്തു. നമ്മൾ ലോഡ് കൊടുക്കുമ്പോഴാണല്ലോ ഇത് ഈൽഡ് ചെയ്യുന്നത്. ലോഡ് ആപ്ലിക്കേഷൻ നമ്മൾ റിമൂവ് ചെയ്തു. സോ ദ സ്ട്രെസ് ഈസ് റിലീസ്ഡ് കംപ്ലീറ്റ്ലി ആൻഡ് ദെൻ റീഅപ്ലൈഡ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെസ് റിലീസ് ചെയ്തു, പിന്നെ വീണ്ടും അതേ മെറ്റീരിയൽ വീണ്ടും സ്ട്രെസ് അപ്ലൈ ചെയ്യാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദ ഈൽഡ് സ്ട്രെങ്ത് ഈസ് ഫൗണ്ട് ടു ബി ഇൻക്രീസ്ഡ് ടു സിഗ്മ y1. അപ്പോൾ നമ്മൾ അങ്ങനെ റിലീസ് ചെയ്തിട്ട് വീണ്ടും സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ദ മെറ്റൽ ഹാസ് ദസ് ബിക്കം സ്ട്രോങ്ങർ ഡ്യൂറിംഗ് ദ പ്രോസസ് സിൻസ് സിഗ്മ y1 ഈസ് ഗ്രേറ്റർ ദാൻ സിഗ്മ y0. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇവിടെയുള്ള ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. അതേ ഗ്രാഫ് നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കതൊന്ന് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യലി നമ്മുടെ അടുത്തുള്ള ഒരു സ്പെസിമെൻ ഉണ്ട്. അതായത് ഇപ്പോൾ തൽക്കാലം സ്പെസിമെൻ ഇതാണ് നമ്മുടെ സ്പെസിമെൻ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പെസിമെൻ. സോ വി ആർ അപ്ലൈയിങ് ലോഡ് ലൈക്ക് ദിസ്, എ ടെൻസൈൽ ലോഡ് വി ആർ അപ്ലൈയിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ എന്താണ്, നമുക്കത് വലിച്ചാൽ അതെന്താവും, അത് അതിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ സൈസ് ഷേപ്പ് മാറൂല അല്ലേ. സോ ബിയോണ്ട് ദി ഇലാസ്റ്റിക് ലിമിറ്റ് വെൻ ഇറ്റ് റീച്ചസ് ദ പ്ലാസ്റ്റിക് സോൺ ഇറ്റ് വിൽ ബിഗാൻ ടു ഡിഫോം. ഇനീഷ്യലി ഡിഫോമേഷൻ ഉണ്ടായാലും അത് അതിൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും അല്ലേ, വൺസ് വി റിമൂവ് ദ അപ്ലൈഡ് ലോഡ്. സോറി, സെക്കൻഡ് കേസിലാകുമ്പോൾ എന്ത് സംഭവിച്ചു, അത് കുറച്ചും കൂടി അതിൻ്റെ ലെങ്തൺ ചെയ്തു അല്ലെ, അതിൻ്റെ ഡയമെൻഷൻ കൂടിയല്ലേ, കാരണം നമ്മൾ അത് വലിക്കുകയാണ് അല്ലേ. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. സോ ഗ്രാഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലേ. XY ആക്സിസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെയാണ് സ്ട്രെയിൻ, സിഗ്മ സ്ട്രെസ് Y ആക്സിസിലൂടെ. ഓക്കെ, സോ ഇനീഷ്യലി എന്ത് നമ്മൾ ചെയ്യുന്നത്, ഇനീഷ്യലി വി ആർ ഡിഫോമിങ് ദ മെറ്റൽ. ഇപ്പോൾ ഞാൻ വരച്ച് കാണിച്ച മെറ്റലിനെ നമ്മൾ ഡിഫോം ചെയ്യുന്നു അല്ലേ, ഒരു ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുന്നു. സോ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾക്കറിയാം സ്ട്രെയിൻ കർവ് എങ്ങനെയാണ് അല്ലേ. ഒരു പർട്ടിക്കുലർ പ്ലാസ്റ്റിക് ലിമിറ്റ് വരെ ഒരു എലാസ്റ്റിക് ലിമിറ്റ് ഉണ്ടാവും അല്ലേ, ഫസ്റ്റ് ഹുക്സ് ലോ. അതിനുശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യും, അപ്പോൾ ഇതാണ് ആ പോയിന്റ് എന്ന് വരിക, P0 പോയിന്റ്, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അതെ, അത് P0. ഓക്കെ, P0 ആണത്, P0. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യും, ആ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിന് ശേഷം എന്താ ചെയ്യും, ഫർദർ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് എന്ത് ചെയ്യും, അത് ഈൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ. പർട്ടിക്കുലർ പോയിന്റിൽ അത് ഈൽഡ്, അപ്പോൾ അത് പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലേ. പർട്ടിക്കുലർ പോയിന്റിൽ അത് ഈൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ഒരു പർട്ടിക്കുലർ പോയിന്റ് D എത്തുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു, D എന്നുള്ള പോയിന്റിൽ അത് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ എവിടെയോ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്നാണ് അതിൻ്റെ ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റിനെ നമുക്ക് തൽക്കാലം സിഗ്മ ആണ് ഈൽഡിങ്, സിഗ്മ y0 എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ പർട്ടിക്കുലർ പോയിന്റ് D എത്തുമ്പോൾ എന്ത് സംഭവിച്ചു, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തായി, ലോഡ് റിലീസ് ചെയ്തു. ഓൾറെഡി ഇവിടെ ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ആ ലോഡിനെ ഞാൻ റിലീസ് ചെയ്തു. ഈ ലോഡിനെ റിലീസ് ചെയ്യുമ്പോൾ എന്താവും, തിരിച്ചത് പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലേ. പഴയ പൊസിഷനിലേക്ക് തന്നെ അത് തിരിച്ചു വന്നു അല്ലേ, കാരണം അതിൻ്റെ സ്ട്രെസ് നമ്മൾ റിലീസ് ചെയ്തു അല്ലേ. സ്ട്രെസ് വീണ്ടും 0ലേക്ക് വന്നു. പക്ഷെ നോക്കി, അത് ഇനീഷ്യൽ പൊസിഷനിലേക്കല്ല വന്നിട്ടില്ല അല്ലേ. ഇനീഷ്യൽ പൊസിഷൻ നമ്മൾ ജസ്റ്റ് 0ന്റെ സ്റ്റാർട്ട് അല്ലേ, ജസ്റ്റ് 0 ആഫ്റ്റർ 0 വി ഹാവ് സ്റ്റാർട്ടഡ്. ബട്ട് നൗ അത് റീകവർ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് അല്ലേ. ഇൻസ്റ്റഡ് എന്താ സംഭവിച്ചത്, ഇവിടെ ഇത്രയും ഭാഗം സ്ട്രെയിൻ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇത്രയും ഭാഗം സ്ട്രെയിൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയൽ ബിക്കോസ് വി ഹാവ് ഈൽഡഡ് ഇറ്റ് ബിയോണ്ട് ദ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലേ. പ്ലാസ്റ്റിക് ലിമിറ്റിലേക്ക് നമ്മൾ അതിനെ ഈൽഡ് ചെയ്തു അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് D. വി ആർ നോട്ട് അലോയിങ് ഇറ്റ് ടു റപ്ചർ and after that we are releasing the load applied, so it will come back to the initial position. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്, ഇപ്പോൾ കാണിക്കുന്ന ഇത്രയും ഭാഗം എന്നാണ്, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ സ്ട്രെയിൻ അവിടെ ഉണ്ടാകുന്നത്. അത് എന്ത് സ്ട്രെയിൻ ആണ്, പ്ലാസ്റ്റിക് സ്ട്രെയിൻ അവിടെ ഉണ്ടാകുന്നത്. ഡെൽറ്റ ഇ പ്ലാസ്റ്റിക് ആണ് ഈ ഒരു
ഇത്രയും ഏരിയയിൽ അല്ലേ. സോ ദാറ്റ് സ്ട്രെയിൻ എനർജി വിൽ ബി സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ റീലോഡിങ് ദ സ്ട്രെയിൻഡ് സാമ്പിൾ. ഇപ്പോൾ ഓൾറെഡി സ്ട്രെയിൻ ആയ സാമ്പിൾ ഞാൻ വീണ്ടും റീലോഡ് ചെയ്യാണ്. റീലോഡ് ചെയ്യുമ്പോൾ നോക്കിയേ, വീണ്ടും അത് റീലോഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അത് പഴയ പോലെ പോയി. പക്ഷേ നൗ അതിൻ്റെ ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇറ്റ് വിൽ ബി അറ്റ് എ ഹയർ പോയിന്റ്. അതിൻ്റെ ഈൽഡിങ് ഓൾറെഡി നേരത്തെ 0, നേരത്തെ നോക്കി കുറച്ച് താഴെയാണ് സിഗ്മ വൈ സ്റ്റാർട്ട് ചെയ്തത്. സിഗ്മ വൈ 0 നമ്മൾ റെപ്രസെന്റ് ചെയ്തു. പക്ഷേ പുതിയ ഈൽഡിങ് പോയിന്റ് സിഗ്മ 1 വിൽ ബി അറ്റ് എ ഹയർ പോയിന്റ്. ഈ ഒരു പോയിന്റിലായിരിക്കും പുതിയ സിഗ്മ. പഴയ സിഗ്മ ഈ ഒരു പോയിന്റിലായിരുന്നു. ദാറ്റ് മീൻസ് എന്താ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്? സ്ട്രെസ് when the stress is released completely and then reapplied, then the yield strength is found to be increased to the new position sigma y1. അല്ലെ, നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്തിട്ട് അത് റിലീസ് ചെയ്തു. അഗെയിൻ ഇഫ് യു ആർ അപ്ലൈങ് ദ സ്ട്രെസ്, it is found that the yield stress has been increased to a new value sigma y1. എന്ന് വെച്ചാൽ എന്താണ്? The metal has become stronger during this process because sigma y1 is greater than sigma y0. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? നമ്മളൊരു മെറ്റീരിയലിനെ ഡിഫോം ചെയ്താൽ, ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിനെ ഡിഫോമേഷൻ അല്ലെങ്കിൽ അതിന് നമ്മളൊരു മെക്കാനിക്കൽ വർക്ക് ചെയ്താൽ സം സ്ട്രെയിൻ എനർജി വിൽ ബി സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയൽ. ദാറ്റ് മീൻസ് ദാറ്റ് മെറ്റീരിയൽ is becoming stronger or it will become harder. So this phenomena is termed as strain hardening. അല്ല, അപ്പോൾ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ ചെയ്യുന്ന മെക്കാനിക്കൽ വർക്കാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വർക്ക് ഹാർഡനിങ്. അപ്പോൾ ഇതാണ് സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ്ങിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ ആണ്. ഓൾസോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബേസ്ഡ് ഓൺ ദ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി. നമുക്ക് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി വെച്ചിട്ടും ഈ സ്ട്രെയിൻ ഹാർഡനിങ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം എന്താണ്? ദ ഫെനോമെനൻ ഓഫ് സ്ട്രെയിൻ ഹാർഡനിങ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസ് ഓഫ് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ഓൾസോ. Undeformed crystals will have a dislocation density of about 10⁴ to 10⁻⁶. അൺഡിഫോംഡ് ആയ ക്രിസ്റ്റലിന്റെ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ അതിലുള്ള ഡിസ്ലൊക്കേഷൻസ് അല്ലെ. ഡിസ്ലൊക്കേഷൻ ആണ് നമ്മളെ എന്താണ്? ഡിസ്ലൊക്കേഷൻ കൊണ്ടാണ് സ്ലിപ്സ് ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ. സോ ഡിസ്ലൊക്കേഷൻസ് റെസിസ്റ്റ്, നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മെറ്റീരിയലിനെ ഹാർഡൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. ഇഫ് യു ക്യാൻ ഒബ്സ്ട്രക്ട് the dislocation, then we can harden the material. നമ്മൾ നോക്കി ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാകുമ്പോൾ ഡിസ്ലൊക്കേഷൻ റെസ്ട്രിക്ട് ചെയ്യും അല്ലെ. ഡിസ്ലൊക്കേഷൻസ് പരസ്പരം കൊള്ളൈഡ് ചെയ്തിട്ട് അത് ഒബ്സ്ട്രക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി പറ്റും അല്ലെ. സോ അൺഡിഫോംഡ് ക്രിസ്റ്റൽ യൂഷ്വലി ഹാവ് എ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ഇൻ ദ റേഞ്ച് ഓഫ് 10⁻⁴ to 10⁻⁶ per mm². Okay, so this can be increased to a 10⁸ to 10⁻⁻10 per mm² by cold working. So dislocation density നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ബൈ കോൾഡ് വർക്കിംഗ്. സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇൻക്രീസ് ഇൻ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്ലൊക്കേഷൻ ഉണ്ട് നല്ല അർത്ഥം അല്ലേ. അപ്പോൾ ഒരുപാട് ഡിസ്ലൊക്കേഷൻ ഉണ്ടായാൽ അത് പെട്ടെന്ന് ഡിഫോം ചെയ്യണ്ടേ? കാരണം ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ആണ് ഇതിന്റെ ഡിഫോമേഷനിലെ മെയിൻ അതിന്റെ മോട്ടീവ് അല്ലേ. ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ അത് ഡിഫോം ചെയ്യുന്നത്. ഡിഫോം ചെയ്യുക എന്ന് വെച്ചാൽ അത് സോഫ്റ്റ് ആയിരിക്കും, അത് ഡക്റ്റൈൽ ആയിരിക്കും, അതുകൊണ്ടാണ് ഡിഫോം ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുന്നു പറയുമ്പോൾ എന്താണ്? We may think that it will be more prone to deformation, but actually this is not true. As the dislocation density increases, the dislocations are positioned close together and the chances of dislocation interactions are enhanced. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവും, അപ്പോൾ ഡിഫോമേഷൻ പെട്ടെന്ന് സംഭവിക്കുന്നു. ആക്ച്വലി അങ്ങനെയല്ല. ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുമ്പോൾ അവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ടാവും. സോ there is a higher chance to this dislocation to interact between each other. So actually there will be an obstruction to the movement of dislocation. Okay, so the movement of this dislocation along the slip lines become more difficult due to this interference of stress fields of the nearby dislocations. So അതിന്റെ ഒരു നെറ്റ് റിസൾട്ട് ആയിട്ട് എന്തായിരിക്കും? The dislocation motions will be hindered or it will be obstructed. Okay, ആരാണ് ഇതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത്? നിയർ ബൈയിൽ ബാക്കിയുള്ള ഡിസ്ലൊക്കേഷൻസ് ആണ് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തായാലും ഫൈനലി നമുക്ക് മനസ്സിലാവുന്നത് കോൾഡ് വർക്കിംഗ് മെറ്റീരിയൽ വിൽ ബിക്കം സ്ട്രോങ്ങർ വിത്ത് കോൾഡ് വർക്ക് അല്ലെ. കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മെറ്റീരിയൽ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് അതിൽ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. നമ്മളിപ്പോൾ
സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വെച്ച് നോക്കി അതിൽ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബിക്കം സ്ട്രോങ്ങർ. അതുകൊണ്ടാണ് അതിന്റെ ഈൽഡ് പോയിന്റ് മാറുന്നത് അല്ലേ. കുറേയും കൂടി നമ്മൾ സ്ട്രെസ് കൊടുത്താലേ അത് ഈൽഡ് ചെയ്യും. അതിനുശേഷം അത് നമ്മൾ കോൾഡ് വർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും അതിനെ ഈൽഡ് ചെയ്യാൻ നോക്കിയാൽ ഇനീഷ്യൽ മെറ്റീരിയൽ ബിഹേവ് ചെയ്ത പോലെ ആയിരിക്കില്ല അത് ആഫ്റ്റർ കോൾഡ് വർക്കിംഗ് ഇറ്റ് വിൽ ബി ബിഹേവിങ്. നമ്മൾ കൂടുതൽ സ്ട്രെസ് അപ്ലൈ ചെയ്യേണ്ടി വരും അതിനെ ഡിഫോം ചെയ്യാൻ. അഗൈൻ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും എന്താണ് ഡിസ്ലൊക്കേഷൻ കൂടുമ്പോൾ അത് വീണ്ടും സോഫ്റ്റൻ ആവും അല്ലെങ്കിൽ അത് വീണ്ടും എന്താണ് സോഫ്റ്റൻ ആവുന്ന വിചാരിക്കുന്നത്. ആക്ച്വലി എന്താണ് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുമ്പോൾ ദർ വിൽ ബി മോർ ട്രാഫിക് density or the dislocation will interfere between each other and thereby obstructing themselves. So again it will be hardened or it will be strengthened. Material will be strengthened. അതാണ് സ്ട്രെയിൻ ഹാർഡനിങ് തിയറി. സ്ട്രെയിൻ ഹാർഡനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രെങ്തനിങ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അടുത്തത് പറഞ്ഞാൽ മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസ്. മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസ് നമ്മളിപ്പോൾ അതാണ് പറയുന്നത് അല്ലേ. കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വർക്ക്. അപ്പോൾ മെക്കാനിക്കൽ വർക്കിംഗ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ഷേപ്പ് ഓർ ഫോമിംഗ് മെറ്റീരിയൽസ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എങ്ങനെ കൊടുക്കാം? നമുക്കത് ഹാമർ ബ്ലോസ് ഉണ്ട്, മാനുവലായിട്ട് കൊടുക്കാം. ബൈ യൂസിങ് എ മെഷീൻ വി ക്യാൻ ഗിവ് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന എനർജി നമുക്ക് മാനുവൽ എനർജി ഉപയോഗിക്കാം, അത് ന്യൂമാറ്റിക് എനർജി ഉപയോഗിക്കാം, ഓക്കെ, ഹൈഡ്രോളിക് എനർജി ഉപയോഗിക്കാം, ഇലക്ട്രിക് മെഷീനറീസ് വെച്ചിട്ട് ചെയ്യാം. സോ അത് ശരിക്കും എന്താണ് ഒരു മെറ്റീരിയലിന് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വർക്കിംഗ് എന്ന് പറയുന്നത് ബൈ യൂസിങ് സം എക്സ്റ്റേണൽ ഫോഴ്സ്. സോ ദർ വിൽ ബി ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആസ് വെൽ ആസ് പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ അല്ലേ. അതിൻ്റെ സ്ട്രക്ചർ മാറും, അതിൻ്റെ പ്രോപ്പർട്ടീസിലും ചേഞ്ച് ഉണ്ടാവും. Two types of mechanical working is there. First one is hot working and second one is cold working. Cold working എന്താ നോക്കാം. നമ്മൾ cold working ആണ് ഇപ്പോൾ പറയുന്നത് അല്ലേ. The material is said to be cold work if its grains are in a distorted condition at the end of plastic deformation. Many properties are affected by cold working. Cold working ഒരു actual definition എന്ന് പറഞ്ഞാൽ whenever we are working on a material, like mechanical working on a material, if we are conducting this work below the recrystallization temperature of that particular material, then that working is called as cold working. സെയിം പ്രോസസ്സാണ് രണ്ടിലും ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നു. അതാണ് കോൾഡ് വർക്കിങ്ങിനും ഹോട്ട് വർക്കിങ്ങും ചെയ്യുന്നത്. പക്ഷേ ബട്ട് ഇൻ ഹോട്ട് വർക്കിംഗ് ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് അബവ് ദ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ, then that mechanical work is termed as hot working. ഓക്കെ, സോ മെനി പ്രോപ്പർട്ടീസ് ആർ അഫക്റ്റഡ് ബൈ കോൾഡ് വർക്കിംഗ്. പക്ഷേ ഈ രണ്ട് പ്രോസസ്സിലും കോൾഡ് വർക്കിങ്ങിലും ഹോട്ട് വർക്കിങ്ങിലും നമുക്ക് ഫൈനലി കിട്ടുന്ന ചേഞ്ച് ഇൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വിൽ ബി ഡിഫറെൻറ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, കോൾഡ് വർക്കിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കോൾഡ് വർക്കിംഗ് ഹാമർ ബ്ലോസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താവും? ദ മെറ്റീരിയൽ വിൽ ബി ഡിസ്റ്റോർട്ടഡ്. ദർ വിൽ ബി സർട്ടൻ എനർജി സ്റ്റോർഡ് വിത്തിൻ ദ ക്രിസ്റ്റൽ. ഇറ്റ് വിൽ മേക്ക് ദ ക്രിസ്റ്റൽ, ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഹാർഡ്നെസ് ഓഫ് ദ ക്രിസ്റ്റൽ. ഓക്കെ, സോ ഏതെല്ലാം പ്രോപ്പർട്ടീസിൽ മാറ്റങ്ങൾ വരാം? ടെൻസൈൽ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാം, ഈൽഡ് സ്ട്രെങ്ത് കൂടാം അല്ലെ, അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഹാർഡ്നെസ് കൂടുന്നുണ്ട്, ഡക്റ്റിലിറ്റി ഈസ് ഡിക്രീസിങ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ, അതിലും ആ പ്രോപ്പർട്ടീസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം. ഓക്കെ, second one is hot working. Mechanical working done above the recrystallization temperature is called hot working. So during hot working or soon after, the material will anneal itself. So hot work ചെയ്യുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കലി the annealing process is taking place there. കോൾഡ് വർക്കിങ്ങിൽ അനീലിംഗ് ഇല്ല അല്ലെ, ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ചെയ്യുന്നതാണ്. ബട്ട് കോൾഡ് വർക്കിങ്ങിന്റെ ചില എഫക്ട്സ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അനീലിംഗ് പ്രോസസ് ചെയ്യും. നമ്മൾ ഓൾറെഡി ഹീറ്റ് ട്രീറ്റ്മെന്റ് പഠിക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മളത് പറഞ്ഞതാണ്. അനീലിംഗ് പ്രോസസ് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? ഇൻ ബിറ്റ്വീൻ ഹോട്ട് വർക്കിംഗ് പ്രോസസ്, ഇൻ ബിറ്റ്വീൻ കോൾഡ് വർക്കിംഗ് പ്രോസസ് അല്ലെ. കോൾഡ് വർക്കിങ്ങിന്റെ ചില എഫക്ട്സ് ഉണ്ട് നമുക്ക് ആവശ്യമില്ലാതെ. സോ ആസ് ടു റിമൂവ് ദോസ് എഫക്ട്സ്, അറ്റ് ദ സെയിം ടൈം വി ക്യാൻ റീറ്റെയിൻ ദി അഡ്വാൻറ്റേജസ് ഓഫ് കോൾഡ് വർക്കിംഗ് ബൈ, സോ വി വിൽ കണ്ടക്ട് annealing whenever needed in between the cold working processes. Okay, so during hot working or soon after that, a material will anneal itself. Okay, the material will remain soft and ductile after the process. Okay, so hot working process ശേഷം the material എന്താണ് മാറുന്നത്? It will become soft and it will become ductile. Okay, കോൾഡ് വർക്കിങ്ങിന് ശേഷം അത് എന്താണ്? കുറച്ചും കൂടി അതിന്റെ സ്ട്രെങ്ത് കൂടുക ചെയ്യുന്നത്, ഹാർഡ്നെസ് കൂടുക ചെയ്യുന്നത്. ഹോട്ട് വർക്കിങ്ങിന് ശേഷം the material will become soft and ductile. അപ്പോൾ അതാണ് കോൾഡ് വർക്കിംഗ് ആൻഡ് ഹോട്ട് വർക്കിംഗ്. വെനെവർ നമ്മൾ ഈ മെറ്റീരിയൽ ഡിഫോർമേഷൻ്റെ കേസ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് ബോഷിംഗർ എഫക്റ്റ്. ബോഷിംഗർ എഫക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. വാട്ട് ഈസ് ബോഷിംഗർ എഫക്റ്റ്? സോ അത് നമുക്ക് പറയാം. കൺസിഡർ ടു പീസസ് ഓഫ് സെയിം മെറ്റീരിയൽ സബ്ജക്റ്റഡ് ടു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ.
by application of tensile strength. തൽക്കാലം ഞാനത് ഒരു ഫിഗർ ആയിട്ട് തന്നെ കാണിക്കാം, നമുക്ക് നോക്കാം. നിങ്ങൾ രണ്ട് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിലിണ്ടറിക്കൽ റോഡാണ്. ഓക്കെ, തൽക്കാലം സിംഗിൾ മെറ്റീരിയൽ കൺസിഡർ ചെയ്യാം. ഐ എം അപ്ലൈയിങ് ലോഡ് അല്ലേ, ലോഡ് എ എന്നുള്ളൊരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കും. അതുപോലെ ഇവിടെ ഒരു ബി എന്നുള്ള മെറ്റീരിയലുണ്ട്. ബോത്ത് മെറ്റീരിയൽസ് ആർ ഓഫ് ദ സെയിം, രണ്ടും സെയിം മെറ്റീരിയലാണ്, എ ആൻഡ് ബി, ആൻഡ് സെയിം ഷേപ്പ്, സൈസ് ആൻഡ് എവറി ഡയമെൻഷൻ സെയിം. Then we are applying the same tensile force here. രണ്ടും എയും ബിയും നമ്മൾ സെയിം ടെൻസൈൽ ഫോഴ്സ് ഈക്വൽ, ഒരേപോലത്തെ ഡിറ്റോ രണ്ട് മെറ്റീരിയൽസ്, സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ്, സെയിം ടൈം ഓഫ് പീരീഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അല്ലെ. എന്ത് സംഭവിക്കും? ദ മെറ്റീരിയൽ വിൽ ടെൻ ടു ഡിഫോം അല്ലെ, അത് എലോങ്ങേറ്റ് ചെയ്യാൻ അല്ലെ, അതിന്റെ എന്തുകൂടെ അതിന്റെ ലെങ്ത് വൈസ് അത് ഇൻക്രീസ് ചെയ്യും അല്ലെ, ലെങ്തൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്തൺ ചെയ്യും അല്ലെ. സെക്കൻഡ് അപ്പോൾ അതിന്റെ ഡയമീറ്റർ കുറഞ്ഞിട്ടുണ്ടാവും അതിനനുസരിച്ചിട്ട്, ബട്ട് ഇറ്റ് വിൽ ലെങ്തൺ. ഓക്കെ, ഷേപ്പ് മാറി അതിനെ ഡിഫോം ചെയ്തു. ആക്ച്വലി നമ്മൾ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, അതിന് ഇന്റേണൽ ആയിട്ട് റിവേഴ്സൽ ആയിട്ട് ഒരു കംപ്രസീവ് ഒരു സ്ട്രെസ് അകത്തേക്ക് അതിനെ ഒരു അകത്തേക്ക് വലിക്കാനുള്ള ടെൻഡൻസി ഉണ്ടല്ലേ. എപ്പോഴും അവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് അകത്തേക്ക് വരുന്നുണ്ട്, ശരിയല്ലേ? ഒരു കംപ്രസീവ് സ്ട്രെസ്, ഒരു കംപ്രസീവ് ഈൽഡ് സ്ട്രെസ് അല്ലെ, അത് അകത്തേക്ക് വരുന്നുണ്ട്. രണ്ട് കേസിലും അത് അകത്തേക്ക് ഒരു കംപ്രസീവ് സ്ട്രെസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എ എന്നുള്ള മെറ്റീരിയൽ, എ എന്നുള്ള കോമ്പോണന്റ്, ബി എന്നുള്ള കോമ്പോണന്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ സെയിം കോമ്പോണന്റിന ആദ്യത്തെ കോമ്പോണന്റിനെ ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ഞാൻ എന്താണ് ആ ലോഡ് റിമൂവ് ചെയ്തു അല്ലെ. സോ മെറ്റീരിയൽ ഈസ് ഓൾറെഡി ഡിഫോംഡ് സംവാട്ട് പ്ലാസ്റ്റിക്കലി. സോ ആക്ച്വലി ഇറ്റ് ഹാസ് ഡെവലപ്ഡ് സം സർട്ടൈൻ കംപ്രസീവ് ഈൽഡ് സ്ട്രെങ്ത് ഇൻസൈഡ് ദ മെറ്റീരിയൽ. നമ്മളിപ്പോൾ ആ ടെൻസൈൽ സ്ട്രെസ് റിമൂവ് ചെയ്താലും അതിൽ ഓൾറെഡി അകത്തേക്ക് എന്താണ് ഇൻവേർഡ് ആയിട്ട് ഒരു ഇന്റേണലി കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ നിന്ന് റിമൂവ് ആയിട്ട് അത് അതിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. സോ അതേ മെറ്റീരിയൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും ഞാൻ ടെൻസൈൽ സ്ട്രെസ് ഞാൻ കൊടുക്കുകയാണ്. ബി എന്നുള്ള കോമ്പൗണ്ടിലും സെയിം കേസാണ്. അതിൽ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ബി എന്നുള്ള കോമ്പൗണ്ടിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? കംപ്രസീവ് സ്ട്രെസ് ആണ്. ബി നിലയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കംപ്രസീവ് ആണ്. പക്ഷെ എ നിലയിൽ ഞാൻ അപ്ലൈ ചെയ്തത് ടെൻസൈലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നാണ് കംപ്രസീവ് എന്ന് വെച്ചാൽ സെയിം മാഗ്നിറ്റ്യൂഡിലെ കംപ്രസീവ് ആൻഡ് ടെൻസൈൽ സ്ട്രെസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സെയിം മാഗ്നിറ്റ്യൂഡിലെ കംപ്രസീവ് ആൻഡ് ടെൻസൈൽ. എ എന്നുള്ള മെറ്റീരിയൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഒരു കെ മാഗ്നിറ്റ്യൂഡിലെ ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ, ബി എന്നുള്ളതിലും അപ്ലൈ ചെയ്യുന്നത് കെ മാഗ്നിറ്റ്യൂഡിലെ ഒരു കംപ്രസീവ് സ്ട്രെസ് ആണ്, ഈക്വൽ. സോ വാട്ട് ഹാപ്പൻ? അപ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ, നമുക്ക് കംപ്രഷൻ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ്, അതായത് കംപ്രസീവ് ഈൽഡ് സ്ട്രെസ് ഈസ് ഫൗണ്ട് ടു ബി ലെസ്സർ ദാൻ ദി ടെൻസൈൽ ഈൽഡ് സ്ട്രെസ്. കംപ്രസീവ് ഈൽഡ് സ്ട്രെസ് കുറവ് മതി നമുക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്യുമ്പോൾ. കാരണം വെച്ചാൽ ഓൾറെഡി മെറ്റീരിയലിന് ഇന്റേണൽ ആയിട്ട് ഒരു കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. സോ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറവ് കംപ്രസീവ് സ്ട്രെസ് നമുക്ക് കൊടുത്താൽ മതി ടു ഈൽഡ് ദാറ്റ് മെറ്റീരിയൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ എന്താണ്, ഓൾറെഡി അകത്തേക്ക് ഒരു കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്. സോ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ടെൻസൈൽ സ്ട്രെസ് ഇവിടെ കൊടുക്കേണ്ടി വരുന്നു അല്ലെ, അതിനെ ഈൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇന്റേണലി ഒരു കംപ്രസീവ് സ്ട്രെസ് ഓൾറെഡി അതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? സോ നോക്കിയേ, നമ്മൾ രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് കംപ്രസീവ് ടെൻസൈൽ സ്ട്രെസ് എയിലും ബിയിലും അപ്ലൈ ചെയ്താൽ ആ രണ്ടിന്റെയും ഈൽഡ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ് ഉണ്ടാവുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫെനോമിനെയാണ് നമ്മൾ ബോഷിംഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. That is, first one subjected consider two pieces of the same material subjected to plastic deformation by application of tensile stress. First one is subjected to tensile stress and second one is രണ്ടിനും എന്താണ് ഈക്വൽ, രണ്ട് മെറ്റീരിയലിനും എന്താണ് ടെൻസൈൽ സ്ട്രെസ് കൊടുത്തു. After that we will remove that load. Then again first one is subjected to tensile stress and the second one is subjected to compressive stress. Then what happens? Second one yields at a lower value of stress compared to the first one. അതായത് നമ്മൾ കംപ്രസീവ് സ്ട്രെസ് കൊടുക്കുന്ന ആ ഒരു ബി എന്നുള്ള കോമ്പോണന്റ് എ എന്നുള്ള കോമ്പോണന്റിനെക്കാളും ലോവർ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെസ്സിൽ അത് ഈൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദാറ്റ് ഈസ് കംപ്രസീവ് ഈൽഡ് സ്ട്രെസ് വിൽ ബി ലെസ് ദാൻ ടെൻസൈൽ ഈൽഡ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ബോഷിംഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫെനോമെന ഹാപ്പനിങ് ഇൻ ദ മെറ്റീരിയൽ ആഫ്റ്റർ ദി application of this stress, it is called as Bochinger effect. And this Bochinger effect plays an important role in mechanical properties
mechanical processing of metallic materials. Okay. Also, നമുക്ക് ഇതിന് ഡിഫറെന്റ് metal forming processes involving compressive loading and tensile loading are to be used alternately to make use of this feature. നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ പല ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ടെൻസൈൽ ലോഡിങ്ങും കംപ്രസീവ് ലോഡിങ്ങും ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ട് വേണം ഈ എഫക്റ്റ് നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ. സോ ഈ ഒരു ഫെനോമിന തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ബോഷിംഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ 3 സ്റ്റേജ് ഓഫ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ അനീലിംഗ്. സോ കോൾഡ് വർക്കിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് അനീൽ ചെയ്യും അല്ലെ. കോൾഡ് വർക്കിന് ശേഷം നമ്മൾ അനീൽ ചെയ്യുമ്പോൾ എന്താകും? അതിന്റെ ക്രിസ്റ്റൽസ് അതിൽ ഓൾറെഡി എന്താണ് സ്ട്രെയിൻഡ് ക്രിസ്റ്റൽസ് ആയിരിക്കും ഉണ്ടാവില്ല. സോ ആ ക്രിസ്റ്റൽസിനെ മാറ്റി നമുക്ക് അതിനെ അൺസ്ട്രെയിൻഡ് ക്രിസ്റ്റൽസ് ആക്കി മാറ്റണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അനീൽ ചെയ്യുന്നത്. സോ ദർ ആർ 3 സ്റ്റേജസ് of phase transformation in annealing. First one is a recovery phase or recovery stage. Second is a recrystallization, and third one is a grain growth stage. ആദ്യത്തെ recovery stage എന്താണെന്ന് നോക്കാം. Okay. First one is a recovery stage. അപ്പോൾ recovery stage ലാണ് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് annealingly. So recovery, it is a low temperature process, or this is primarily a low temperature process. And the property changes produced do not cause appreciable change in the microstructure. For recovery stage in നമ്മൾ low temperature ലാണ് ഇതിന്റെ recovery stage എന്ന് പറയുന്നത്. അവിടെ microstructure ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. So when the deformed metal is heated to low temperatures, the atoms are able to move to position near to the equilibrium in the crystal lattice. Okay. Such small movements can reduce internal mechanical stresses without producing any visible alteration in the distorted shape of the cold work materials. എന്താ സംഭവിക്കുന്നത്? നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോ അതിന്റെ മൈക്രോസ്ട്രക്ചറിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ലെ. സോ കോൾഡ് വർക്കിന് ശേഷം മെറ്റീരിയൽ സെർട്ടൈൻ പൊസിഷനിലൊക്കെ ഡിഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ. സോ ദിസ് മെറ്റൽ ഈസ് ഹീറ്റിംഗ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. സോ whenever we are heating that, the atoms will be able to move അല്ലെ. ആറ്റംസ് അതിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലെ. സോ സച്ച് സ്മോൾ മൂവ്മെന്റ്സ്, അപ്പോൾ ഇതുപോലത്തെ മൂവ്മെന്റ്സ് എന്ത് സംഭവിക്കും? ഇറ്റ് ക്യാൻ reduce the internal mechanical stresses. It can reduce the internal mechanical stresses without producing any visible alteration in the changed distorted shape of the cold work material. അപ്പോൾ എന്ത് സംഭവിക്കുന്നതാണ്? There will be a reduced internal mechanical stresses within the material due to the movement of this atom at these low temperature rates. Okay. So the principal effect of recovery is seen to be relief of internal stresses due to cold working. അപ്പോൾ ഇതുപോലത്തെ കോൾഡ് വർക്കിങ്ങിൽ ഉണ്ടാവുന്ന ഇന്റേണൽ സ്ട്രെസ്സസ് അല്ലെങ്കിൽ കോൾഡ് വർക്കിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്ത ഇന്റേണൽ സ്ട്രെസ്സസിനെ റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീകവർ ചെയ്യുന്നത് അല്ലെ. ഇൻക്രീസിങ് ടെമ്പറേച്ചർ. സോ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ഇന്റേണൽ സ്ട്രെസ്സസ് ഉണ്ടാവുന്ന ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സ്ട്രെയിൻ ഹാർഡനിങ് എഫക്ട്. ഓക്കെ. സോ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ഇന്റേണൽ സ്ട്രെസ്സസ് ഈസ് fastest at the beginning and drops off at longer times. Okay. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്താണ് റേറ്റ് ഓഫ് ഡിക്രീസിങ് ഇന്റേണൽ സ്ട്രെസ്സസ് ഇനീഷ്യലി കൂടുതലായിരിക്കും, ബൈ ടൈം അത് കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ. സോ അപ്പോൾ ഈ റീകവറിയിൽ എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പ്രാക്ടിക്കലി റിമെയിൻ അൺചേഞ്ച് ഡ്യൂറിങ് റീകവറി. അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല ഈ നമ്മളെ റീകവറി ലോ ടെമ്പറേച്ചർ റീകവറിയിൽ. അതിന്റെ മൈക്രോ സ്ട്രക്ചറിലോ അതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലോ ചേഞ്ച് വരുന്നില്ല. ബട്ട് ദർ വിൽ ബി ചേഞ്ചസ് ഓർ ഇൻക്രീസ് ഇൻ ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. കാരണം അറ്റോമിക് മൂവ്മെന്റ്സിന്റെ ഉള്ളത് കാരണം ദർ വിൽ ബി ചേഞ്ചസ് ഇൻ ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ. അപ്പോൾ ഈ അനീലിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ്. ആദ്യത്തെ ലോ ടെമ്പറേച്ചർ സ്റ്റേജ് ആണ് ഈ റീകവറി നടക്കുന്നത്. ഓക്കെ. റീകവറിയിൽ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഇന്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സസിനെ റെഡ്യൂസ് ചെയ്യും. ഈ ഇന്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സസ് എപ്പോഴാണ് ഉണ്ടായത്? അതുണ്ടായത് സ്ട്രെയിൻ ഹാർഡനിങ് എഫക്ട്, നേരത്തെ പറഞ്ഞ സ്ട്രെയിൻ ഹാർഡനിങ് എഫക്ട് കൊണ്ടാണ് ഈ മെറ്റീരിയൽ എന്തുണ്ടാകുന്നത്? ഇതുപോലെ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രെസ്സസ് ഉണ്ടാവുന്നത്. സോ വി നീഡ് ടു റിമൂവ് ദാറ്റ് ഇന്റേണൽ സ്ട്രെസ്സസ്. സോ ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ദ റീകവറി പ്രോസസ്. റീകവറി ഹാപ്പൻസ് അറ്റ് എ ലോ ടെമ്പറേച്ചർ അല്ലെ. അപ്പോൾ ലോ ടെമ്പറേച്ചർ റീകവറി. അപ്പോൾ അതുപോലെ തന്നെ റീകവറിയിൽ ഇനീഷ്യൽ ദ റേറ്റ് ഓഫ് റീകവറി വിൽ ബി മോർ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് the process, and as time goes it will reduces, the rate will decreases.
ഇനീഷ്യലി ആയിരിക്കും കൂടുതൽ റീകവറി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ റീകവറി നടക്കുമ്പോൾ എന്താണ് ഇന്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സസ് കുറയും. സെക്കൻഡ് അതിന്റെ സ്റ്റേജ് പറയുന്നത് റീക്രിസ്റ്റലൈസേഷൻ ആണ്. സെക്കൻഡ് ഫേസ് പറയുന്നത് റീക്രിസ്റ്റലൈസേഷൻ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, ആസ് എ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ഫർദർ, നമ്മൾ പിന്നെയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം, അപ്പോഴാണ് റീക്രിസ്റ്റലൈസേഷൻ ഉണ്ടാവുന്നത്. സോ എന്താണ് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞത്? ആക്ച്വലി ഇറ്റ് ഈസ് ദ റീപ്ലേസ്മെന്റ് ഓഫ് ഡിഫോംഡ് ക്രിസ്റ്റൽസ് ഓഫ് ഹൈ ഡിസ്ലോക്കേഷൻ ഡെൻസിറ്റി ബൈ സ്ട്രെയിൻ ഫ്രീ ക്രിസ്റ്റൽസ് ഓഫ് ലോ ഡിസ്ലോക്കേഷൻ ഡെൻസിറ്റി. റീക്രിസ്റ്റലൈസേഷൻ നമ്മൾ ചെയ്യുന്നതാണ്, ഓൾറെഡി ആ മെറ്റീരിയലുള്ള ഹൈ ഡിസ്ലോക്കേഷൻ ഡെൻസിറ്റി ഉള്ള ക്രിസ്റ്റലിനെ നമ്മൾ സ്ട്രെയിൻ ഫ്രീ ക്രിസ്റ്റൽ വിച്ച് ഈസ് ഹാവിങ് എ ലോ ഡിസ്ലോക്കേഷൻ ഡെൻസിറ്റി ആയിട്ട് മാറ്റിയാണ് നമ്മൾ റീക്രിസ്റ്റലൈസേഷൻ ചെയ്യുന്നത്. So what is the driving force for this recrystallization? The strain energy associated with the dislocation is the driving force for this dislocation. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. The driving force for the recrystallization is the strain energy associated with the dislocation. Okay, ഓൾറെഡി അതിലുള്ള സ്ട്രെയിൻ എനർജി ആണ് ആ റീക്രിസ്റ്റലൈസേഷനിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്. റീക്രിസ്റ്റലൈസേഷൻ പറയുമ്പോൾ അതിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കൂടി നമ്മൾ നോക്കേണ്ടതാണ് അല്ലെ. നമ്മൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഒരു ഫാക്ടറായിട്ട് എടുക്കുന്നതാണ്. Recrystallization temperature, it is a temperature at which 50%, it is a temperature at which 50% recrystallization happens in 1 hour. 1 hour 50 ഓരോ മെറ്റീരിയലിനും അത് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെന്റ് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിനും റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൽ 50% ആ മെറ്റീരിയലിൽ റീക്രിസ്റ്റലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 1 hour നമ്മൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എപ്പോഴാണോ അത് 50% റീക്രിസ്റ്റലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് ആ മെറ്റീരിയലിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യം 1 hour 50% റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും ഓരോ മെറ്റീരിയലിനും. സോ ദാറ്റ് ടെമ്പറേച്ചർ വിൽ ബി ദ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഫോർ ദാറ്റ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തത്? റീകവറി ആയിരുന്നു. റീകവറിയിൽ ആദ്യം ലോ ടെമ്പറേച്ചറിലാണ് ഈ റീകവറി സ്റ്റേജ് നടക്കുന്നത്. കാരണം അത് റീകവറി പറഞ്ഞാൽ എന്താണ് റീകവർ ആകുന്നത്? റീകവറി ഫേസിൽ അത് മെക്കാനിക്കൽ സ്ട്രെസ്സസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത ഇന്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സസിനെ റെഡ്യൂസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വാട്ട് വി ആർ ടെമ്പറേച്ചർ എന്താ ചെയ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നല്ലേ. ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ഓർ ഇറ്റ് ഈസ് റേസ്ഡ് ഫർദർ ആൻഡ് അപ്പർ ടെമ്പറേച്ചർ ഓഫ് ദ റീകവറി സ്റ്റേജ് ഇസ് റീച്ച്ഡ്. അങ്ങനെ റീകവറി സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു, അടുത്ത സ്റ്റേജിലേക്ക് വന്നു. ദ വൈബ്രേഷണൽ എനർജി ഓർ ദ സ്ട്രെയിൻ എനർജി ഓഫ് ദ ഇൻഡിവിജ്വൽ ആറ്റംസ് ഈസ് ഇൻക്രീസ്ഡ് അല്ലെ. നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ദ വൈബ്രേഷണൽ എനർജി ഓഫ് ദ ആറ്റംസ് വിൽ ബി ഇൻക്രീസ്ഡ് and this causes the atom to break loose from the strained lattice. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും അതിന്റെ ലാറ്റിസ് സ്ട്രക്ചറിന്. ഇറ്റ് ഇസ് ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ അൺസ്ട്രെയിൻഡ് ക്രിസ്റ്റൽസ്. ഇപ്പോൾ ഓൾറെഡി ആറ്റംസ് ഒക്കെ സ്ട്രെയിൻഡ് ആണ് ഡ്യൂ ടു ദി മെക്കാനിക്കൽ വർക്കിംഗ്. സോ when we are increasing the temperature, അതിന്റെ വൈബ്രേഷണൽ എനർജി കൂടും. ഇറ്റ് വിൽ ബ്രേക്ക് ഫ്രം ദ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് it will start formation of new crystals അല്ലെ. ന്യൂ അൺസ്ട്രെയിൻഡ് ഗ്രെയിൻസ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ന്യൂ അൺസ്ട്രെയിൻഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ആൻഡ് ഓൾസോ ഈ ക്രിസ്റ്റൽസ് എവിടെയാണ് കൂടുതൽ ഫോം ചെയ്യുന്നത്? നമ്മൾ ഡിഫോർമേഷൻ ചെയ്തതാണല്ലോ മെറ്റീരിയലിന്. അപ്പൊ ചില സ്ഥലത്ത് നമ്മൾ കൂടുതൽ ഡിഫോർമേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഭാഗത്താണ് ഈ പ്രോസസ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് ദ ന്യൂ ക്രിസ്റ്റൽസ് ജനറലി appear at the most drastically deformed portions of the grains. എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിഫോം ചെയ്തിട്ടില്ല ആ ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ട് ഈ ന്യൂ ക്രിസ്റ്റൽ ഫോർമേഷൻ കാണുന്നത്. ആ പോയിന്റ് എവിടെയൊക്കെ ആയിരിക്കും? യൂഷ്വലി അറ്റ് ദി ഗ്രെയിൻ ബൗണ്ടറീസ് ആൻഡ് സ്ലിപ്പ് പ്ലെയിൻസ്. സ്ലിപ്പ് പ്ലെയിൻസിലും ഗ്രെയിൻ ബൗണ്ടറീസിലും ഒക്കെയാണ് ഈ പോയിന്റ്സ് നമുക്ക് കാണുന്നത്. സോ എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട് ഫൈനൽ എന്താണ് സംഭവിക്കുന്നത്? ദ ക്ലസ്റ്റർ ഓഫ് ആറ്റംസ് ഫ്രം വിച്ച് ദ ന്യൂ ഗ്രെയിൻസ് ആർ ഫോംഡ് ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയസ്. അപ്പോൾ പുതിയ ന്യൂക്ലിയസ് ഫോർമേഷൻ ഉണ്ടാവും. സോ ദിസ് ന്യൂക്ലിയസ് വിൽ സ്റ്റാർട്ട് ടു ഗ്രോ ആൻഡ് ന്യൂ അൺസ്ട്രെയിൻഡ് ക്രിസ്റ്റൽ വിൽ ബി ഫോംഡ് അല്ലെ. അങ്ങനെ നമ്മൾ ഓൾറെഡി ന്യൂക്ലിയേഷൻ ക്രിസ്റ്റൽ ഗ്രോത്ത് പഠിച്ചാണ്. ആ സെയിം ഫെനോമിനൽ ഇവിടെ ന്യൂക്ലിയർ ഫോർമേഷൻ പുതിയ ക്രിസ്റ്റൽസ് ഉണ്ടാവും. പുതിയ പോളിക്രിസ്റ്റൈൻ സബ്സ്റ്റൻസ് ആയിട്ട് അത് മാറും അല്ലെ. So the cluster of atoms from which the new grains are formed is called a nucleus. These nuclei grow in size until the whole material has structure of unstressed polygonal crystal. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഫെനോമിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് റീകവറി കഴിഞ്ഞിട്ടില്ല അടുത്ത സ്റ്റേജാണ് റീക്രിസ്റ്റലൈസേഷൻ. എന്താണ് ആക്ച്വൽ റീക്രിസ്റ്റലൈസേഷൻ ചെയ്യുന്നത്? ഈ ഡിഫോംഡ് ക്രിസ്റ്റൽസിനെ മാറ്റി നമ്മൾ അൺസ്ട്രെയിൻഡ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഫ്രീ ക്രിസ്റ്റൽസ് ആക്കി മാറ്റും അല്ലെ. അപ്പോൾ ഇനീഷ്യലി ക്രിസ്റ്റൽസിനൊക്കെ എന്താ ഹൈ ഡിസ്ലോക്കേഷൻ ഡെൻസിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനെ മാറ്റി ഈ
deformed high dislocation density crystals are converted to are replaced to a strain-free crystals having low dislocation density. അതാണ് റീക്രിസ്റ്റലൈസേഷൻ ചെയ്യുന്നത്. അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് പറയുന്നത് സ്ട്രെയിൻ എനർജി അസോസിയേറ്റഡ് വിത്ത് ഡിസ്ലോക്കേഷൻ. അതാണ് അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്താണെന്ന് നമ്മൾ നോക്കി അല്ലേ. ടെമ്പറേച്ചർ അറ്റ് വിച്ച് 50% റീക്രിസ്റ്റലൈസേഷൻ ഹാപ്പൻ ഇൻ 1 hour. ഓക്കെ. റീക്രിസ്റ്റലൈസേഷൻ പ്രോസസ് അതിൻ്റെ ഒരു പ്രോഗ്രസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ന്യൂക്ലിയർ ഫോർമേഷൻ, ന്യൂ ഗ്രെയിൻ ഗ്രോത്ത്, ഫൈനലി ഇക്വാച്ചഡ് ഗ്രെയിൻ ഫോർമേഷൻ ആകുമ്പോൾ അത് ഫൈനലി സ്റ്റോപ്പ് ആയി. അങ്ങനെ നമുക്ക് ന്യൂ സ്ട്രക്ചർ കിട്ടി. ഓക്കെ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? ദർ വിൽ ബി കംപ്ലീറ്റ് റിലീസ് ഓഫ് ഇന്റേണൽ എനർജി അല്ലെ. കംപ്ലീറ്റ് റിലീസ് ഓഫ് ഇന്റേണൽ എനർജി. കാരണം റീക്രിസ്റ്റലൈസേഷൻ ഉണ്ടാകുന്ന മെയിൻ ഫോഴ്സ് പറയുന്നത് ഈ ഇന്റേണൽ എനർജിയാണ്. ഓക്കെ. ഇന്റേണൽ സ്ട്രെയിൻ എനർജിയാണ്. റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് ആൻഡ് ബ്രിട്ടിൽനെസ്. ഓക്കെ. അത് മെറ്റീരിയൽ കുറച്ചും കൂടി സോഫ്റ്റൻ ആയി അല്ലെ. സ്ട്രെങ്ത് കുറഞ്ഞു, ഹാർഡ്നെസ് കുറഞ്ഞു, ബ്രിട്ടിൽനെസ് കുറഞ്ഞു. ഇൻക്രീസ് ഇൻ ഡക്ടിലിറ്റി ആൻഡ് മാലിബിലിറ്റി. സോഫ്റ്റൻ ആയ മെറ്റീരിയലിന് ഡക്ടിലിറ്റി മാലിബിലിറ്റി കൂടുതലായിരിക്കും. സോ ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ഡക്ടിലിറ്റി ആൻഡ് മാലിബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. Also there are certain factors which affect the recrystallization. First one is the amount of cold work. നിങ്ങൾ ടൈം എത്ര മണി വരെയാണ്? 9:50 Yes, sir. ഓക്കെ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അടുത്ത ക്ലാസ് പറഞ്ഞാൽ അടുത്ത അവർ എൻ്റെ തന്നെയാണ്. Okay.